എന്ത് വലിയ മഹത്വമുള്ള പേരാണ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ, ഖിയാമത്ത് നാളിന്റെ അന്ന് വിളിച്ചു പറയും, ആർക്കെങ്കിലും മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ അവർ പ്രവേശിക്കണം, അവർ എണീറ്റ് നിൽക്കണം. ഫല്യദ്ഖുലിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ കടക്കണം. കറാമത്തൽ ലിനബിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനോടുള്ള ബഹുമാനം കൊണ്ട്, അവിടുത്തെ പേരിനോടുള്ള ആദരവ് കൊണ്ട് ആ മുഹമ്മദ് എന്ന് പേരിട്ട ഒരു മനുഷ്യനെ നരകക്കുണ്ടിൽ കിടത്തിയിട്ട് ശിക്ഷിക്കാൻ വളരെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകലോകത്ത് നിന്ന് ശഫാഅത്ത് മുഖേന രക്ഷപ്പെടുത്തി അവസാനമായി രക്ഷപ്പെടുത്തുന്ന ഒരു വിഭാഗം പേര് മുഹമ്മദ് എന്ന് പേരിട്ട ആരെങ്കിലും ഈ നരകാവകാശികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളണം. മുഹമ്മദ് എന്ന നാമകരണത്തിന് അല്ലാഹു നൽകിയ പവറാണ് നമ്മുടെ മക്കൾക്ക്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ മുഹമ്മദ് എന്ന് നമ്മുടെ ഉപ്പാപ്പമാര് പേര് വെച്ചിട്ടുണ്ടാകില്ല. പക്ഷേ നമ്മുടെ മക്കൾക്ക് പേര് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പേരമക്കൾക്ക് പേര് വെക്കണം. പേര് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളായ സർവ്വ കുട്ടികൾക്കും മുഹമ്മദ് എന്ന് പേര് വെക്കണം. മഹാന്മാര് മുഴുവനും അത് പഠിപ്പിച്ചതാണ്. മഹാനായ ഇമാമുൽ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കുള്ള സർവ്വ മക്കൾക്കും മുഹമ്മദ് എന്ന് പേര് വെക്കണം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, മുഹമ്മദ് എന്ന് എല്ലാ മക്കൾക്കും പേര് വെച്ചാൽ ആ വ്യക്തി എങ്ങനെ തിരിച്ചറിയും? നമ്മളെ മക്കളെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അല്ല, വിളിക്കപ്പെടുന്ന പേര് ജനിച്ച് 7ാമത്തെ ദിവസം പേരിടൽ സുന്നത്താണ്. അല്ല, ഏത് കുട്ടികൾക്കും പേരിടൽ സുന്നത്തുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ വയറ്റിൽ ഒരു ഗർഭസ്ഥ ശിശുവായി 4 മാസം പ്രായമായാൽ, 4 മാസം ഗർഭാവസ്ഥയിൽ കിടന്നൊരു കുഞ്ഞിന് ചിലപ്പോൾ മനുഷ്യരൂപം തന്നെ വന്നിട്ടുണ്ടാകില്ല, എങ്കിലും പേര് വെക്കൽ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ കുട്ടിക്ക് പേര് വെക്കൽ സുന്നത്തുണ്ട്. ചെറുപ്പകാലത്ത് ജനിച്ചതിന് ശേഷം മരണപ്പെട്ടു പോയ കുട്ടിക്കും പേര് വെക്കൽ സുന്നത്തുണ്ട്. അതൊരു സുന്നത്തായ അമലാണ്. അതുപോലെ നമ്മുടെ സർവ്വ മക്കൾക്കും പേര് വെക്കുമ്പോ ആ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് പേര് തിരിച്ചറിയാൻ മറ്റുള്ള പേരുകൾ കൂടെ വെക്കാം, പക്ഷേ മുഹമ്മദ് എന്ന് പേരിട്ടതിന് ശേഷം കൂട്ടത്തിൽ മറ്റു പേരുകൾ വിളിക്കാം. മുഹമ്മദ് ജാബിർ എന്ന് വിളിച്ചോ, മറ്റേ മകനെ മുഹമ്മദ് വാസി എന്ന് വിളിച്ചോ, മറ്റൊരു മകനെ മുഹമ്മദ് റബി എന്ന് വിളിച്ചോ, ഏത് പേരും മുഹമ്മദ് എന്ന് പേരതിലുണ്ടാവണം. ഈ പേരിന്റെ മഹത്വം കൊണ്ടാണ് നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു പൈതെങ്കിലും നമ്മുടെ ജീവിതകാലത്ത് സാധിക്കുമെങ്കിൽ അതല്ലേ നമ്മൾ മക്കളോട് ചെയ്യുന്ന, പേരമക്കളോട് ചെയ്യുന്ന